ഹല്ലേലൂയ. ഞാനിങ്ങനെ ബൈബിൾ നോക്കുമ്പോൾ കണ്ട വചനം അങ്ങ് വായിക്കുക. ഇന്നത്തെ കർത്താവ് തന്ന വചനം വായിക്കുക. മിക്ക പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചന ഇങ്ങനെ തുറക്കുമ്പോഴേ കർത്താവ് കാണിച്ചെന്ന്. പ്രൈസ് ദി ലോർഡ്. തുറന്നിരിക്കുകയായിരുന്നു, ഞാൻ അറിയാതെ തന്നെ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. യാക്കോബേ, ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിൽ അവശേഷിച്ച് എല്ലാവരെയും ഞാൻ ശേഖരിക്കും. ആലയിൽ ആട്ടിൻപറ്റം എന്നപോലെയും മേച്ചിസ്ഥലത്ത് കാലിക്കൂട്ടും എന്നപോലെയും അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും. ശബ്ദമുഖരിതമായ സമൂഹം ആയിരിക്കും അത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തിരഞ്ഞെടുത്ത അഭിഷേകമുള്ള ഹല്ലേലൂയ പാടുന്ന ഒരു കൂട്ടായ്മയായിരിക്കും എന്നാണ് കർത്താവിൻ്റെ ആത്മാവ് വചനത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. കൈയടിച്ച് ശബ്ദം വരുത്തി ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഈ കൂട്ടായ്മ ആരാണ് നമ്മളെ ഒരുമിച്ച് കൂട്ടിയത്? പരിശുദ്ധാത്മാവ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ആരാണ് ഒരുമിച്ച് കൂട്ടിയത്? പരിശുദ്ധാത്മാവ്. അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് വലിയൊരു പ്ലാനും പദ്ധതിയുണ്ട്. നമുക്ക് സന്തോഷിക്കാം, കർത്താവ് നന്ദി പറയാം. ഈ കൺവെൻഷൻ ഇപ്പം തന്നെ ഒരുപാട് ഹീലിങ്സും സൗഖ്യങ്ങളും മാനസാന്തരങ്ങളും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് നമുക്ക് നന്ദി പറയാം. ഒന്ന് കൈയടിച്ചേരേ. കർത്താവ് നന്ദി പറയട്ടെ. പോരാ ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ടൊരു വചനത്തിലേക്ക് പോവുകയാണ്. അത് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടൊരു വചനമാണ്. അത് അണക്കര ധ്യാന കേന്ദ്രത്തിൽ കർത്താവിൻ്റെ വലിയ കൃപയിൽ പ്രവർത്തിക്കുന്ന ഡെലിവറൻസിൻ്റെ വിടുതൽ ശുശ്രൂഷയെക്കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. പൈശാചിക ശക്തികളെ ഇങ്ങനെ ബഹിഷ്കരിക്കപ്പെടുന്ന ഒരു വലിയൊരു ആത്മീയ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ശരിക്കും 1995 എനിക്ക് വലിയൊരു വെളിപാടും ഒരു അനുഭവം, ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തിയുടെ അനുഭവം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പം അന്ന് മുതൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബുദ്ധിക്ക് അതീതം, ബിയോണ്ട് മൈ ഇൻ്റലക്റ്റ്, ഞാൻ പല യാഥാർത്ഥ്യങ്ങളെയും ഈ ലോകത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങളെയും ഞാൻ കണ്ടത് പിന്നെ വേറൊരു കാഴ്ചപ്പാട് കൊണ്ട് കാണാൻ കർത്താവ് കൃപ തന്നു. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നമുക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പൈശാചിക ശക്തികളുടെ ബഹിഷ്കരണം, അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിനെ ബഹിഷ്കരിക്കാൻ എങ്ങനെ പറ്റുള്ളൂ? അത് പ്രവർത്തിക്കുന്നുണ്ടോ, അല്ല ഈ സംഭവം ഉണ്ടോ, ഇത് ശരിക്കും ഉള്ളതാണ്? പ്രൈസ് ദി ലോർഡ്. ചില ആളുകൾ പറയും പിശാചില്ല. പ്രൈസ് ദി ലോർഡ്. ചിലർ ഉണ്ട്, ചിലർ എല്ലാം പിശാച. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ പറയും ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ഉച്ചത്തിൽ ഹല്ലേലൂയ. അച്ഛനതൊന്നുമല്ല, എനിക്ക് എൻ്റെ ജീവിത അനുഭവങ്ങൾ അങ്ങ് പങ്കുവയ്ക്കാൻ പോകും. അതാണ് ഏറ്റവും നല്ല എൻ്റെ സ്വന്തം അനുഭവങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഹീലിംഗ് നടക്കും. പ്രൈസ് ദി ലോർഡ്. അത് ധാരാളം മതി, അതിലെല്ലാം ഉണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇതിലേക്ക് എന്നെ പരിശുദ്ധമായി കൊണ്ടുപോകുമ്പോൾ ഞാൻ എപ്പോഴും ആശ്രയിക്കുന്നത് ദൈവവചനത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തെ സഭയുടെ ഔദ്യോഗികമായ പ്രബോധനങ്ങളെ മുറുകെ പിടിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ, അതുപോലെ പോൾ 6 മാർപ്പാപ്പ വളരെ ശക്തമായിട്ട് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അനേക വിശുദ്ധരുടെ ജീവചരിത്രത്തിൽ അവർ ഈ ദുഷ്ടാരൂപികളെ ബഹിഷ്കരിക്കുന്നതിൻ്റെ ചരിത്രങ്ങളൊക്കെ ഞാനിങ്ങനെ ധ്യാനിച്ചപ്പം ഇതുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുള്ള ഒരുപാട് അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് പാപിയും അയോഗ്യനും വെറും പൊടിയും ചാരവും മണ്ണുമായ എനിക്ക് കർത്താവ് തരാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. അത് കൈയടിച്ച് കർത്താവ് നന്ദി പറയട്ടെ. ഉച്ചത്തിൽ ഇന്ന് പല കുടുംബങ്ങളും പല ജീവിതങ്ങളെയും ഈ അന്ധകാര ശക്തികൾ ആക്രമിക്കുന്നതിൻ്റെ വ്യക്തമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രയർ കഴിയുമ്പോൾ, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തി കഴിയുമ്പോൾ മാത്രം അതിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് പുറത്തു വരുന്ന, എനിക്ക് പറയുകയാണെങ്കിൽ ഒരു ലക്ഷക്കണക്കിന് അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പല രോഗികൾ സുഖപ്പെടുന്നത് ഈ ഡെലിവറൻസ് പ്രയർ കഴിയുമ്പോൾ ആൾ ഹീൽ ചെയ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുന്നു കാണാം. കഴിഞ്ഞ ആളുകൾ അണക്കരയെ കൊണ്ടുവന്നൊരു ഫാമിലി, അവർ ദിവസങ്ങൾ ഇവിടെ എത്തിയവർ. പ്രൈസ് ദി ലോർഡ്. അതായത് അവിടുത്തെ ഒരു മകന്, അവന് ഒരു പൈശാചിക പീഡ വന്നിട്ട് കുറേ നാളുകളായിട്ടുള്ളതാണ്. അവൻ സംസാരം നിന്നുപോയി, സംസാരിക്കത്തില്ല. അവനിങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഇങ്ങനെ വല്ലാത്ത രീതിയിൽ പെരുമാറിക്കൊണ്ട് വീട് മുഴുവൻ അതുമൂലം തകർന്ന് തരിപ്പണ ഒരുപാട് പ്രശ്നങ്ങൾ മാനസിക രോഗിയെപ്പോലാണ് അവൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. മാനസിക രോഗികളെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇവർ വിഷമിച്ച് അപ്പോൾ സംസാരിക്കില്ല, ഭയങ്കരമായ ശബ്ദം ഉണ്ടാക്കും, ഒരുപാട് പ്രശ്നം. വീട്ടിലൊക്കെ എന്തെങ്കിലും മുകൾ സ്ഥലങ്ങളിൽ കയറി ഇങ്ങനെ കുറേ നേരം ഇരിക്കും, മിണ്ടില്ല, ഒരു കാര്യവും ചെയ്യില്ല, ഒരു പ്രത്യേക രീതിയിൽ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവനെയും കൊണ്ട് അവിടെ ഒരു ആദിശനെ അയച്ച് ഇവനെയും കൊണ്ട് വന്നപ്പോൾ ഇവൻ ഓട്ടോറിക്ഷയിലാണ്. ഇവിടുന്ന് കഷ്ടപ്പെട്ട് ഇവർ അവിടം വരെ ഒരു ഓട്ടോറിക്ഷയ്ക്കാണ് ഇവർ കൊണ്ടുവരുന്നവർ. അവിടെ നിന്നപ്പോൾ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവരെന്നോട് വന്ന് പറഞ്ഞു, അച്ഛനവിടെ ചെന്നിട്ടൊന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ തിരക്കിനിടയിൽ ഇറങ്ങിച്ചെന്നിട്ട് ഈ ഓട്ടോറിക്ഷയ്ക്ക് അത് ഇവനിങ്ങനെ അള്ളിപ്പിടിച്ചിങ്ങ് ഇരിപ്പുണ്ട്. ഇവർ തലയെ കുറിച്ചൊരു കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തളിച്ചു, ഞാനങ്ങ് പോന്നു. പ്രൈസ് ദി ലോർഡ്.
കർത്താവിന് മഹത്വം പറയണ അച്ഛൻ പറയുക, അന്ന് അവന് തിരിച്ചു പോരുന്ന വഴിക്ക് വെച്ചതിൻ്റെ അവൻ്റെ രോഗവും ഈ മാനസിക പ്രശ്നവും പൈശാചിക പീഡയും മൊത്തം അടിഞ്ഞ് അവൻ സംസാരിച്ചു. അവൻ പൂർണ്ണമായിട്ട് അവൻ നല്ല ആരോഗ്യമുള്ള ആളായിട്ട് അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചു. ഇങ്ങനൊരു തലമുണ്ട്. ഈ തലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാം. ഇന്ന് ലോകത്തിലുള്ള ചില സയൻസുകളുണ്ട്. സയൻസിനെ നമ്മൾ ആശ്രയിക്കുന്നത് നല്ല ആവശ്യമാണ്. സയൻസിൽ ഒരുപാട് നന്മകളുണ്ട്. പക്ഷേ ചില സയൻസുകൾ അപകടം ചെയ്യും. സൈക്കോളജി നല്ലതാണ്, മനഃശാസ്ത്രം നല്ലതാണ്. പക്ഷേ അത് ചില സമയത്തൊക്കെ അതൊരു എത്തയിസ്റ്റിക് സയൻസായിട്ട് മാറാറുണ്ട്. നിരീശ്വരവാദ ശാസ്ത്രം പോലെ അത് കയറിപ്പിടിക്കും. അപ്പോൾ അതിനെ ഒരുപാട് ആശ്രയിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിലപ്പോൾ സാത്താൻ അതിനകത്തൂടെ എസ്കേപ്പ് ചെയ്ത് പോയെന്ന് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് ഉച്ചത്തിൽ. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു വ്യക്തിപരമായൊരു അനുഭവത്തിലുള്ള എൻ്റെ സ്നേഹിതർ, ഞാനൊരു ബോംബെയിൽ ഇങ്ങനെ ഒരു ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴെൻ്റെ സ്നേഹിതരായ ഡോക്ടർമാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ പുതിയൊരു IC യൂണിറ്റ് അവർ തുടങ്ങി. ഈ പുതിയ IC യൂണിറ്റ് തുടങ്ങിയിട്ട് അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു കാർഡിയോളജിയുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വലിയൊരു ICU ആണ്. പക്ഷേ പെട്ടെന്നത് ഇൻഫെക്ഷൻ അടിക്കാൻ, അതിനകത്ത് ഇൻഫെക്ഷനായിപ്പോയി. ബാക്ടീരിയയുടെ അളവ് ഇങ്ങനെ ഈ റൂം മൊത്തം. അപ്പോൾ അത് ഇവർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തു. കേരളത്തിലെ ഏറ്റവും നല്ല ബുദ്ധിമാന്മാരായ അറിവുള്ള ഈ ഇങ്ങനെയുള്ള കാര്യം ചെയ്യുന്ന ആളുകളെ കൊണ്ടുവന്നിട്ട് എല്ലാം ഡോക്ടർമാരാണ്. അവരവരുടെ മെഡിക്കൽ അവരുടെ സയൻസ് ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ വെച്ചു. പക്ഷേ എത്ര ചെയ്തിട്ട് ശരിയാവുന്നില്ല. പേഷ്യൻസിനെ കൊണ്ടുവന്നിട്ട് ഇവർ ഈ മുറി ഈ ICUയിൽ കിടത്തി കഴിഞ്ഞ് പെട്ടെന്ന് അവർക്ക് ഓരോരോ രോഗം കയറി പിടിച്ചിട്ട് മരുന്ന് കൊടുക്കുന്നിടത്ത് ഭയങ്കര ബുദ്ധിമുട്ടായി. അവസാനം ഇവർ എന്നെ വിളിച്ചിട്ട് ശരിക്കും വിഷമത്തോടെ പറയും, അച്ഛാ ഞങ്ങൾ IC യൂണിറ്റ് പൂട്ടി. കാരണം ഇതിനകത്ത് പേഷ്യൻസിനെ കയറ്റാൻ പറ്റില്ല. ഞങ്ങൾ അതിന് പ്യൂരിഫൈ ചെയ്തു, എല്ലാം ചെയ്തു. പക്ഷേ ഇതിനകത്ത് എന്തൊരു സാധനം എത്ര നോക്കിയിട്ടും മാറുന്നില്ല. അപ്പോൾ അതിൽ പ്രാർത്ഥനയിലിരുന്ന ഒരു ഡോക്ടർ, അച്ഛാ എനിക്കൊരു കാര്യം അച്ഛനോട് പറയാനുണ്ട്. അതായത് ഏതൊരു മന്ത്രവാദ കൂടോത്ര ശുദ്രവിദ്യയുടെ ഒക്കെ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ഡോക്ടർമാരെ സയൻസാണ്. വി ഡിപ്പെൻഡ് ഓൺലി ഓൺ സയൻസ്. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ഞങ്ങൾക്കൊരു സംശയം, അതുകൊണ്ട് അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ സമയം ഞാൻ ബോംബെയിൽ പ്രധാനപ്പെട്ടൊരു പള്ളിയിൽ ഇങ്ങനെ മരോളെന്ന് പറഞ്ഞൊരു പള്ളി വെച്ച് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതിന് ഇടയ്ക്കൊരു ഇൻ്റർവെൽ സമയത്താണ് ഈ എമർജൻസി ഫോൺ വന്നത്. അപ്പോൾ അതിനുശേഷം ആൾക്കാരൊക്കെ ഇട്ട് ഞാനെങ്കിൽ ശ്രദ്ധിക്കും, പരിശുദ്ധം എനിക്കൊരു ദർശനം തോന്നും. അതിനോട് പറയുക, നീ അവിടെ പോയി ഡെലിവറൻസ് നടത്തുമ്പോൾ ഒരു പൈശാചക്തി അങ്ങ് പോയിക്കോളൂ. അതേ ഉള്ളതിന് വഴി, വേറെ വഴിയൊന്നുമില്ല. ഹല്ലേലൂയ. പിറ്റേ ദിവസം ഞാൻ നാട്ടിലിറങ്ങി നേരെ ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ ഒരു 10-12 ഡോക്ടർമാരും കുറേ നേഴ്സുമാരും സിസ്റ്റർമാരൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ അവർ ഈ IC യൂണിറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു കരുണയുടെ ഈശോയുടെ പിക്ചറും തിരിയൊക്കെ കത്തിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ചെല്ലുന്നത് കണ്ട് ഇത് അടച്ചിട്ടിരിക്കുക. പേഷ്യൻസിനൊക്കെ വേറെ ഹോസ്പിറ്റലിലോട്ടൊക്കെ ഒരു മാറ്റിയായിരുന്നു. അപ്പോൾ ചെന്നപാട് എന്നോട് അച്ഛാ പ്രാർത്ഥിക്കണം, ഇങ്ങനെ വിഷമങ്ങളെല്ലാവരും പറഞ്ഞു. ഞങ്ങൾക്ക് എന്താ സംഭവം എന്ന് അറിയത്തില്ല, ഞങ്ങൾക്ക് ചെയ്യാമെന്നല്ല, ഇത് പുതിയ ICU വെച്ചാൽ ഈ AC യൂണിറ്റെല്ലാം ഞങ്ങൾ സർവീസ് ചെയ്തു, എല്ലാം ചെയ്തു, ഞങ്ങൾക്ക് ചെയ്യാവുന്ന ബ്രെയിൻ എല്ലാം ഉപയോഗിച്ചു. പക്ഷേ നോ റിസൾട്ട്. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ, ഫലമൊന്നും കാണുന്നില്ല, അച്ഛന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ അപ്പം ഞാനൊരു സഭയുടെ ഔദ്യോഗികമായ വെഞ്ചരിപ്പിൻ്റെ പ്രാർത്ഥന ഞാനിവിടെ ചൊല്ലിയ ശേഷം ഹോളി വാട്ടർ എടുത്തു. അപ്പോൾ യേശു എനിക്ക് തന്നൊരു വലിയൊരു കൃപയുണ്ട്. ആ കൃപയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചതും നാളെ മുന്നോട്ട് നയിക്കുന്ന. ആ കൃപയിൽ നിന്നുകൊണ്ട് അത് ഈ വചനത്തിൻ്റെ കൃപയാണ്, പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്. വരങ്ങളുണ്ട്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന് വരങ്ങളുണ്ട്. ഈ വരങ്ങൾക്ക് നമുക്ക് കിട്ടണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ വരങ്ങളുണ്ടെങ്കിൽ സഭയെ നമുക്ക് വളർത്താനും സഹായിക്കാനും ശുശ്രൂഷിക്കാനും നമുക്ക് സാധിക്കുള്ളൂ. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. അപ്പം ഞാൻ ഈ ഹോളി വാട്ടർ കൊണ്ട് അകത്തോട്ട് കയറിയിട്ട്, അപ്പം ഇവരെൻ്റെ കൂടെ കാര്യം പറഞ്ഞ് നിങ്ങൾ ആരും കയറണ്ട, ഞാൻ തന്നെ പൊക്കോളാം. അപ്പോൾ ഈ വലിയ IC യൂണിറ്റാണ്. അവിടെ മെഷീനൊക്കെ ഇരിപ്പുണ്ട്. കാർഡിയോളജിയുടെ അതിൻ്റെ പ്രധാനപ്പെട്ട ചില മെഷീൻസ്, അഞ്ചിയോഗ്രാമൊക്കെ ചെയ്യുന്ന വലിയ മെഷീനൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിനകത്തോടെല്ലാം ഇവർ എന്നോട് കയറി പൊക്കോളാം. ഞാനങ്ങനെ മൊത്തം പോയി കയറി ഇറങ്ങി. അപ്പോൾ അതിന് കയറുന്നതിന് തൊട്ട് മുമ്പ് അത് കാര്യം ഇവരൊരു മെഷീനുണ്ട്. ആ മെഷീനിലാണ് ഇതിൻ്റെ ബാക്ടീരിയയുടെ ഇതിൻ്റെ ലെവൽ അറിയാൻ പറ്റും. അത് ഞാൻ കയറുന്നത് തൊട്ട് മുമ്പ് ഇവർ നോക്കിയിട്ട് പക്ഷേ ഇത്ര പെർസെൻറ്റേജ് തോന്നുന്നുണ്ട്, ഇത് പെർസെൻറ്റേജ് മാറുന്നില്ല, ഞങ്ങൾ എത്ര നോക്കിയിട്ട് ഈ പെർസെൻറ്റേജ് മാറുന്നില്ല. പ്രശ്നോഷം. അതിന് ശേഷമാണ് വെഞ്ചരിച്ചിട്ട് ഞങ്ങൾ അകത്ത് കയറി, ഞാൻ വെഞ്ചരിച്ച് പുറത്തിറങ്ങി. എന്നിട്ട് തന്നെ അവരെനിക്കൊരു കാപ്പി തരാൻ വേണ്ടി അവരുടെ തൊട്ടടുത്തുള്ള വീട്ടിലോട്ട് കൊണ്ടുപോയി.
അപ്പോൾ അവിടെ പോയി ഞാൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അപ്പോൾ ഈ പ്രെയർ കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അകത്തോട്ട് പോകുമ്പോൾ ആത്മാവിലൊരു വെളിപാട്. അത് ഈ കണ്ണുകൊണ്ട് നമുക്ക് എല്ലാ കാര്യവും കാണാൻ പറ്റില്ല. ശരിക്കും നമുക്ക് എല്ലാ കാര്യവും കാണണമെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ കണ്ണ് തുറന്നിരിക്കണം. പ്രസലോഷ് സത്യം അതിൻ്റെ പൂർണ്ണതയിൽ അറിയണമെങ്കിൽ നമ്മുടെ ആത്മാവ് തുറന്നിരിക്കണം. പ്രസലോഷ് വേറെ ഒരു വഴിയിലൂടെ നമുക്ക് സത്യത്തെ പൂർണ്ണതയിൽ നമുക്കറിയാൻ പറ്റില്ല. പ്രസലോഷ് ഈ കണ്ണുകൊണ്ട് എല്ലാ സത്യങ്ങളും കണ്ടുപിടിക്കാനും ഈ ബുദ്ധി കൊണ്ട് എല്ലാ സത്യങ്ങളും കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അത് വെട്ടിത്തരവാണ്. പ്രസലോഷ് അത് ആ മനുഷ്യൻ്റെ അറിവില്ലായ്മയുടെ അങ്ങേറ്റത്ത് വരുമ്പോഴാണ് എല്ലാം ഇതിനകത്തൊതുങ്ങും എന്നവൻ ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ അപ്പോൾ ഇതിങ്ങനെ വ്യഞ്ചരിച്ച് പോകുമ്പോൾ ശരിക്കും എനിക്ക് കാണാവേ ഒരു സംഭവം അങ്ങ് പോകുന്നത് കാണാം. ഞാൻ പോകുന്ന വഴിയിൽ നിന്ന് അങ്ങ് പുറത്ത് വിട്ടുമാറും ഒരു പ്രകാശപ്പെടുന്നു. എനിക്ക് ശരിക്കും അത് ആത്മാവിലും കാണാം. ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല. ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഈ ബാക്ടീരിയ ഉണ്ടോ ഇല്ലയോ എന്നറിയുന്ന ആ മെഷീനെടുത്ത് ഒരു മെഷീനെടുത്ത് വെച്ച് പരിശോധിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഇവിടെ നേരെ അവർ വീട്ടിലോട്ട് ഇങ്ങനെ കോഫി കുടിക്കാൻ ജസ്റ്റ് അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ തൊട്ടടുത്ത് അവിടെ പോയി കാപ്പി കുടിച്ചുകൊണ്ടിരുന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അവർ വിളിച്ചു പറഞ്ഞു, അച്ഛാ വലിയൊരു മിറക്കലുണ്ട് അച്ഛാ, ആ സംഭവം പരിപൂർണമായിട്ടും നീങ്ങിപ്പോയിട്ടുണ്ട്, കംപ്ലീറ്റായിട്ട് കിരിപ്പോട്ട്. അതോടെ എൻ്റെ സ്നേഹിതരായ ഡോക്ടർമാരെല്ലാം എൻ്റെ കൂടെ വട്ടം കൂടാൻ തുടങ്ങി. അങ്ങനെ നമുക്ക് കേരളത്തിൽ ഡോക്ടർമാരുടെ വലിയൊരു മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തു. പ്രസലോഷ് ഡോക്ടർമാരുടെ വലിയ മിനിസ്ട്രിയിൽ കഴിഞ്ഞ വർഷം ഞങ്ങൾ എറണാകുളത്ത് വെച്ച് നടത്തുമ്പോൾ അവരുടെ ഫാമിലി ഉൾപ്പെടെ 850 പേര് ഒരുമിച്ച് കൂടിക്കൊണ്ട് കർത്താവിൻ്റെ വചനം മരിയൻ ഡോക്ടേഴ്സ് മിനിസ്ട്രിയുടെ ഉത്ഭവം ഇങ്ങനെയാണ്. പ്രസലോഷ് സർവ്വത്തിൽ പറയും ഹല്ലേലൂയ. ഒരിക്കലും ഒരു ഡോക്ടറിൻ്റെ മകള് ഡിപ്രഷനുള്ള കൊച്ചാണ്. ഇതിന് മാനസിക ഡിപ്രഷൻ്റെ രോഗം. അപ്പോൾ അതിന് മരുന്ന് ഇങ്ങനെ കൊടുക്കുന്നു. ഡോക്ടറിൻ്റെ കൊച്ചൊരു ഡോക്ടറിൻ്റെ കുട്ടിയാണ്. അപ്പോൾ ആ കൊച്ചിനെയും കൊണ്ട് ഇവർ എൻ്റെ അടുത്ത് അത് ഞാൻ ഇവിടെ വെച്ച് എറണാകുളത്ത് വെച്ച് സെൻറ്റ് തെരേസാസ് കോളേജിൻ്റെ അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയൊരു ഡോക്ടേഴ്സിൻ്റെ മേച്ച സമയത്ത് അപ്പോൾ ഈ ഡോക്ടർ എന്നോട് അച്ഛൻ കൊച്ചിന് ഇത്ര നാളായിട്ട് മരുന്ന് കൊടുക്കുന്നുണ്ട്. അച്ഛൻ എനിക്ക് ചില ഡോക്ടർമാർക്ക് ഭയങ്കര വിശ്വാസം, നമ്മളെക്കാളും വിശ്വാസം ഡോക്ടർമാർക്ക് കേട്ടോ. പ്രസലോ സർവ്വത്തിൽ പറയും ഹല്ലേലൂയ. നമുക്ക് ബുദ്ധി കൂടുതലാണെന്നാണ് പറയുന്നത്. അവർക്ക് പ്രത്യേക ഹല്ലേലൂയ. ഡോക്ടർമാരെക്കാളും ബുദ്ധി ഇന്ന് പേഷ്യൻസിനാണ്. പ്രസലോ കയ്യെടുത്ത് കർത്താവ് നന്ദി പറഞ്ഞ പ്രസലോ ഹല്ലേലൂയ. പലപ്പോഴും അറിവില്ലായ്മ പ്രസംഗിക്കുന്നത് ഈ അറിവോട് നമ്മളെ പോലെയുള്ള ആൾക്കാർ. പ്രസലോഷ് ശരിക്കും അറിവുള്ളവർക്ക് അവർ ഒന്നും പറയില്ല, അവർ ശ്രദ്ധിച്ചത് അവർക്ക് കാര്യങ്ങൾ കിട്ടും. കാരണം അവർ കുറേ പഠനങ്ങളുണ്ടല്ലോ, ഓൾറെഡി അവർ കുറേ പഠിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവും. പ്രസലോഷ് അല്ലാത്തവർക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ഒത്തുകൊണ്ട് എല്ലാം യുക്തി കൊണ്ട് ചതിക്കും. അത് കൈയടിച്ച് കർത്താവ് പറഞ്ഞ് ബന്ധനായിട്ട് 2 കാര്യം മറിച്ച് പറയും ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പം അങ്ങനെ ഞാനന്ന് അവിടെ വെച്ച് ഡിപ്രഷൻ ബാധിച്ച് കുട്ടി, എനിക്കൊന്നൊരു 19-20 വയസ്സ് പ്രായമുള്ളൂ. അതിൻ്റെ ഈ മരുന്ന് കഴിക്കുന്നതിൻ്റെ ക്ഷീണം എൻ്റെ മുഖത്തെല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാം. അപ്പം അതിൻ്റെ തലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ഉപേക്ഷിക്കരുത്. അതിൻ്റെ മുളം തെളിച്ചു. പ്രസലോഷ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ. അപ്പം എന്നോട് ഡോക്ടർ തന്നെ ചോദിച്ചു, അച്ഛാ മരുന്ന് കൊടുക്കണോ? പ്രസലോഷ് എന്നോടാ ചോദിക്കുന്നവർക്ക് പ്രത്യേക ഡോക്ടർ ചോദിക്കാം ആ കൊച്ചിൻ്റെ അപ്പന്. ഞാൻ പറഞ്ഞു, ഡോക്ടർ എന്ത് തോന്നുന്നു അത് ചെയ്തു, എനിക്ക് കുഴപ്പമില്ല. ഡോക്ടർ വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും. പ്രസലോഷ് വചനത്തെയാണ് മുറുകെ പിടിക്കുന്നതെങ്കിൽ വചനം അതിൻ്റെ ഫലം പുറപ്പെടുവിച്ചിരിക്കും. പ്രസലോഷ് നേരെ മറിച്ച് ബുദ്ധിയെയും അറിവിനെയാണ് മുറുകെ പിടിക്കുന്നതെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് പോകും. പ്രസലോഷ് നീ ഏത് മുറുകെ പിടിക്കുന്നോ ക്രിസ്തുവിനെയും സുവിശേഷത്തെയും ആ വചനത്തിൻ്റെ ആധികാരികതയെ നൽകിയവനെയും വിശ്വാസിയായാണ് നീ കണ്ണും പൊട്ട് വിശ്വസിക്കുന്നെങ്കിൽ ഉറപ്പ് അതിൻ്റെ ഫലം നിനക്കുണ്ടാകും. പ്രസലോഷ് ചിലത് വിശ്വസിക്കാത്തവർ എന്ത് ചെയ്യണം? ബുദ്ധിയെയും മരുന്നിനെയും ഒക്കെ ആശ്രയിച്ചു. പ്രസലോഷ് സർവ്വത്തിൽ ഹല്ലേലൂയ. കൈയടിച്ചേ പോരാ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒന്നും കൂടെ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ, അല്ല പക്ഷേ അവർക്ക് ഹല്ലേലൂയ. അങ്ങനെ പ്രിയപ്പെട്ട മക്കളെ, ഉണ്ടായ മിറക്കിൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞപ്പോൾ ഈ ഒരാഴ്ച ഇപ്പോൾ ഡോക്ടർ എനിക്ക് മെസ്സേജ് അയച്ചു. പ്രസലോഷ് അച്ഛാ വലിയൊരു മിറക്കിളുണ്ട്. അച്ഛൻ തലേക്ക് വെച്ച് പ്രാർത്ഥിച്ച് അന്ന് രാത്രിയിൽ ഇവൾ കിടന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങി. പ്രസലോഷ് നേരെ വളർന്നപ്പം അവൾ ഓക്കെ. പ്രസലോഷ് അവൾക്ക് ആ രോഗവും ഇല്ല, ബന്ധനവും ഇല്ല, പ്രശ്നവും ഇല്ല, ഡിപ്രഷനും ഇല്ല, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവും ഇല്ല, കംപ്ലീറ്റ് ഓക്കെ. പ്രസലോഷ് സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ പൈശാചിക ശക്തിയുടെ ചില സ്വാധീനങ്ങളോടെ ഈ മാനസിക പ്രശ്നങ്ങളുണ്ടാവും. ചില മാനസിക പ്രശ്നങ്ങളുടെ പിന്നിൽ അത് സംഭവിച്ചു. അപ്പോൾ അവിടെ പ്രാർത്ഥനയെ നല്ല ഫെയ്ത്ത് ഉണ്ടെങ്കിൽ ഒത്തുകൂടും. വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ പറയും ആശുപത്രി കൊണ്ടുപോകണം പറയാം. പ്രസലോഷ്
വിശ്വാസമില്ലാത്തവൻ ആ വഴിക്ക് പൊക്കോളൂ. വിശ്വാസമുള്ളവൻ കർത്താവിനെയും അവൻ്റെ വചനത്തെയും വിശ്വസിച്ച് ധൈര്യമായിട്ട് അത് വിശ്വസിച്ച് മുന്നോട്ട് പോകണം. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ചെറിയോട് മഹത്വം 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 ഉച്ചത്തിൽ നന്നായിട്ട് പറഞ്ഞ ഹല്ലേലൂയ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. രണ്ട് കരം എടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. അണക്കരയിൽ നടക്കുന്ന മുഴുവൻ അത്ഭുതങ്ങൾ ശരിക്കും പറഞ്ഞത് ഡെലിവറൻസിൻ്റെ ശുശ്രൂഷയുടെ സമയത്താണ് സംഭവിക്കുന്നത്. ആളുകൾ തലേക്ക് വെച്ച് ഡെലിവറൻസ് പ്രയർ കൊടുക്കുമ്പോഴും ഒരിക്കലും അപ്പനും അമ്മയും കൂടെ വരുമ്പോൾ അമ്മയ്ക്ക് ഒരു ബ്രസ്റ്റ് ട്യൂമറാണ്, ക്യാൻസറാണ്. അപ്പോൾ അത് ക്യാൻസർ വന്നിട്ട് ഓപ്പറേഷൻ നടത്തുന്നതിൻ്റെ നേരെ തലേദിവസമാണ് അവിടെ എത്തുന്നത്. ഓപ്പറേഷന് പോകുന്നതിന് തലേദിവസമാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. ഹസ്ബൻഡ് രണ്ടുപേരും കൂടെ വന്നിട്ട് കരഞ്ഞുകൊണ്ട് വെച്ചാൽ നാളെ ഓപ്പറേഷന് കയറുക. അപ്പോൾ ഈ മനുഷ്യൻ എൻ്റെ ഭാര്യയ്ക്ക് ഇത്ര നാളായി തുടങ്ങിയിട്ട് ചികിത്സ ഇന്നടത്താണ് എല്ലാം ചെയ്യാം, വെച്ചാൽ അത് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ അപ്പോൾ തന്നെ ഇവർ പറഞ്ഞു, പക്ഷേ ഭയങ്കര വേദനയാണ്, സഹിക്കാൻ പറ്റില്ല, നല്ല വിഷമത്തിലാണ്, കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഇവളും കെട്ടിയവനെല്ലാം കരഞ്ഞുകൊണ്ട്. ഞാനൊന്നും ചെയ്ത് തലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ബൈബിളിൽ ഇതെല്ലാം ഉണ്ടെന്നേ. അപ്പസ്തോലന്മാർ ചെയ്തതെല്ലാം സത്യമാണ്. നമുക്ക് കിട്ടിയത് അപ്പസ്തോലന്മാർക്ക് കിട്ടിയ അതേ പരിശുദ്ധാത്മാവിനെയാണ് നിനക്കും കിട്ടിയിരിക്കുന്നത്. വിശ്വസിക്കുന്നോ? പോരാ. അപ്പസ്തോലന്മാർക്ക് കിട്ടിയ അതേ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്താ ദിനത്തില് ശിഷ്യന്മാരുടെ മേൽ തീനാളങ്ങളുടെ രൂപത്തിൽ ഇറങ്ങിയ അതേ പരിശുദ്ധാത്മാവിനെയാണ് തിരുസഭയിലൂടെ മാമോദീസായിലൂടെ ഞാനും നിങ്ങളും വാങ്ങിച്ചെടുത്തിരിക്കുന്നത്. ആ രൂപി എന്നിലുണ്ടെന്ന് എനിക്ക് 100% വിശ്വാസമാണ്. ആ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ഉണ്ട് നല്ല വിശ്വാസം. എനിക്കൊരു സംശയമില്ല. ആ ഒരു വിശ്വാസം നിനക്കും ഉണ്ടാവണം, നിനക്കത് ഉണ്ടാകണം. അത് ആ ഒരു വിശ്വാസത്തിൻ്റെ കുറവാണ് നിന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നന്നായിട്ട് പറഞ്ഞ ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിന് കൃപകളുണ്ട്, വരങ്ങളുണ്ട്, ദാനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇത് കെട്ടുകഥയൊന്നുമല്ല, ബൈബിള് കെട്ടുകഥയൊന്നുമല്ല. ബൈബിളിലെ വരങ്ങളൊക്കെ ഉള്ളതാണ്. ഇല്ല എന്ന് പറയുന്നത് അത് കിട്ടാത്തവനൊന്നും ഇല്ലല്ലോ. സർവ്വത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് അനുഭവിച്ചവർക്കല്ലേ എന്താണെന്നറിയാൻ പറ്റുള്ളൂ. പ്രസലോഷ് അനുഭവിക്കാത്തവൻ പറയും ഒന്നുമില്ല. പ്രസലോഷ് അനുഭവിച്ചവൻ പറയും ഉണ്ടെന്ന് പറയും. ഇതാണ് പ്രശ്നം. അനുഭവിക്കാത്തവൻ ഒരുപാട് കാര്യങ്ങൾ വലിയ ശാസ്ത്രമൊക്കെ പറയും. പ്രസലോഷ് അനുഭവിച്ചവൻ അത് ഇല്ല എന്ന് പറയാൻ പറ്റും. എനിക്ക് എനിക്കത് തൊട്ടില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അപ്പോസ്തല പ്രവർത്തനം 1:8 പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് പ്രാപിക്കും പറഞ്ഞേ? ആ ഒരു ശക്തി കൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിറയണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് നല്ല ബോധ്യം ആ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലുണ്ടെന്ന്. യാതൊരു സംശയം എനിക്കില്ല. ആ രൂപി നമുക്കിതെല്ലാം കാണിച്ച് മനസ്സിലാക്കി തരും. വിശ്വസിക്കണം. ബുദ്ധിയിലാണ് ആശ്രയിക്കുന്നതും കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണല്ലോ ഈ വലിയൊരു വചനമാണ് ബൈബിളിലെ ഏറ്റവും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട വചനമാണ് മത്തായിയുടെ സുവിശേഷം 11:25-26. അതായത് പിതാവേ, ഈശോ ഇങ്ങനെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. പിതാവേ, നീവ ജ്ഞാനികളിൽ നിന്നും, ബാക്കി പറയാമോ, ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ച് വെച്ച് ആർക്ക് വെളിപ്പെടുന്ന പറഞ്ഞേ? ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നതിനെ ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അപ്പൊ ആർക്കേ ഇത് വെളിപ്പെട്ട് കിട്ടുള്ളൂ? വരങ്ങൾ ആർക്കേ വെളിപ്പെടുള്ളൂ? ശിശുക്കൾക്ക്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ആർക്കേ മനസ്സിലാക്കാൻ പറ്റും? ശിശുക്കൾക്ക്. നിഷ്കളങ്കം. നമ്മൾ എത്രമാത്രം എളിമപ്പെടാമോ അത്രമാത്രം എളിമപ്പെട്ട് വചനത്തിന് മുമ്പിൽ അടിയറ വെച്ച് കൊണ്ട് നിൽക്കുമ്പോഴേ ഈ ദൈവിക രഹസ്യങ്ങളെ, അനുഭവങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കിതൊന്നും ഗ്രഹിക്കാൻ പറ്റില്ല. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീ മഴ പെയ്തതുപോൽ, ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീ മഴ പെയ്തതുപോൽ ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. അഭിഷേകം ഒറ്റ വിളിച്ചോയേ.
കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കണ്ണടച്ച് പിടിക്കട്ടെ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. തിരുസഭയിൽ ജീവനോടെ വാഴുന്ന ഉദ്ധിതനായ ഈശോമിശിഹായുടെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ ദിവ്യകാര്യത്തിൽ എഴുന്നള്ളി വസിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഈ കൂട്ടായ്മയുള്ള ഓരോ മകൻ്റെയും മകളുടെയും കുടുംബത്തിലും ജീവിതത്തിലും ആത്മാവിലും ശരീരത്തിലും മനസ്സിലും പ്രവർത്തിക്കുന്ന എല്ലാ അന്ധകാര അരൂപികളോടുമായിട്ട് കൽപ്പിക്കുകയാണ്. ഈ സ്ഥലത്തുള്ള മുഴുവൻ ദൈവമക്കളിലും രഹസ്യമായോ പരസ്യമായോ അന്ധകാരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ അരൂപികളോട് കൽപ്പിക്കുന്നു. യേശുനാമത്തിൽ കത്തിക്കുന്നു. ബന്ധുശേഷുവിനെ കാഴ്ചപ്പാട്ടിലേക്ക് ബഹിഷ്കരിക്കുക. ദേശത്തുള്ള കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്ന വെറുപ്പിന്റെ ആത്മാക്കള്, നിരാശയുടെ ആത്മാക്കള്, കുറ്റബോധത്തിന്റെ ആത്മാക്കള്, മാനസിക രോഗങ്ങളുടെ ബന്ധനങ്ങള്, പൈശാചിക രോഗബന്ധനങ്ങൾ, ഭയത്തിന്റെ ബന്ധനങ്ങള്, അസ്വസ്ഥതകളുടെ ബന്ധനങ്ങളാൽ കഴിയുന്ന ആരെല്ലാം ഈ കൂട്ടായ്മയിൽ കുടുംബങ്ങളുണ്ടോ ആ മക്കളുള്ള ഈ അന്ധകാര ശക്തികളെ 1 യോഹന്നാൻ 3:8 ബന്ധിക്കുന്ന യേശുനാമത്തില് ഈ ദേശത്തുള്ള കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്ന മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രയോഗങ്ങൾ, കൈനോട്ടം, രാഹുകാലം നോട്ടം, പൈശാചിക ശക്തിയിൽ ആരാധിക്കുന്ന മക്കള്, വിഗ്രഹ ആരാധനയ്ക്ക് പോകുന്ന മക്കള്, ബ്ലാക്ക് മാസ്, ഓജോ ബോർഡ്, സാത്താന്റെ ആരാധന കേന്ദ്രങ്ങളിൽ പോകുന്ന മക്കള് ആരെല്ലാം ഉണ്ടോ അവനിലും അവളിലും കുടുംബത്തിലും രഹസ്യമായി പരസ്യമായി പ്രവർത്തിക്കുന്നു ആ പുരാതന സർപ്പത്തെ ഉദ്ധിതനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിച്ചിരിക്കുന്നു. ബന്ധുശേഷുവിനെ കാഴ്ചപ്പാട്ടിലേക്ക് ബഹിഷ്കരിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. ഈ ദേശത്തുള്ള കുടുംബങ്ങളിൽ വ്യക്തികൾ പ്രവർത്തിക്കുന്ന മദ്യപാനത്തിന്റെ, പുകവലിയുടെ, മയക്കുമരുന്നിന്റെ, കഞ്ചാവിന്റെ അവിഹിത ബന്ധങ്ങൾ, പ്രേമബന്ധം, വ്യഭിചാര, സ്വയംഭോഗം, സ്വവർഗരതികളോ, ദുഷ്ടപിശാചുക്കൾ ഈ കൂട്ടായ്മയിലുള്ള കുടുംബങ്ങളിലോ ആരെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ അവരിലും അവളിലുമുള്ള ദുഷ്ടാരൂപികളെ, പൈശാചിക ആത്മാക്കളെ ഉദ്ധിതനായ യേശുനാമത്തിൽ മർക്കോസ് 9:24-25 വചനം കൊണ്ട്, 1 യോഹന്നാൻ 3:8 വചനം കൊണ്ട്, എസ് 22:28 വചനം കൊണ്ട്, എഫെസ്യർ 6:17 വചനം കൊണ്ട് ബന്ധിക്കുന്നു. ബന്ധുശേഷുവിനെ കുറിച്ച് ചുവട്ടിലേക്ക് നിലയ്ക്കാതെ സ്തുതിക്കട്ടെ, ആനന്ദിച്ച് സ്തുതിക്കട്ടെ, ആഹ്ലാദം സ്തുതിക്കുന്നു, ഭാഷാപരം സ്തുതിക്കട്ടെ, പ്രവചനപരത്തിൽ സ്തുതിക്കട്ടെ, ജ്ഞാനത്തിൽ സ്തുതിക്കട്ടെ, ആത്മാവിൽ സ്തുതിക്കട്ടെ, അരൂപിയിൽ നിറഞ്ഞ് ഈശോയെ സ്തുതിച്ച് കെട്ടഴിയുന്നു. Jesus, power, Jesus, 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 Jesus,